മലാക്കി 2:13 മുതൽ 16 വരെ. നിങ്ങൾ ഇത് ചെയ്യുന്നു, അവിടുന്ന് നിങ്ങളുടെ കാഴ്ചകളെ പരിഗണിക്കുകയോ അതിൽ പ്രസാദിക്കുകയോ ചെയ്യാത്തതിനാൽ നിങ്ങൾ തേങ്ങിക്കരഞ്ഞ് കർത്താവിന്റെ ബലിപീഠം കണ്ണീര് കൊണ്ട് പൊടുന്നു. നിങ്ങളുടെ ബലികളോ കാഴ്ചകളോ പ്രാർത്ഥനകളോ കർത്താവ് സ്വീകരിക്കത്തില്ല. ഉടമ്പടി അനുസരിച്ച് നിന്റെ ഭാര്യയും സഖിയും ആയിരുന്നിട്ടും നീ അവിശ്വസ്തത കാണിച്ച നിന്റെ യൗവനത്തിലെ ഭാര്യയും നീ തമ്മിലുള്ള ഉടമ്പടിക്ക് കർത്താവ് സാക്ഷിയായിരുന്നു. നിങ്ങളുടെ വിവാഹ ഉടമ്പടിക്ക് കർത്താവ് സാക്ഷി ആയിരുന്നു. വിവാഹ ഉടമ്പടി അതിന് കർത്താവ് സാക്ഷിയായിരുന്നു. ഏക ശരീരവും ഏക ആത്മാവുമായിട്ടല്ല ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്. ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? അതുകൊണ്ട് യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്തത കാണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. അവിശ്വസ്തത, നിന്റെ ഭാര്യയോട് നീ അവിശ്വസ്തത കാണിക്കരുത്. നിന്റെ ഭർത്താവിനോട് നീ അവിശ്വസ്തത കാണിക്കരുത്.